നമസ്കാരം ചെൽസി ഫാൻസ്, ഫുട്ബോൾ ഫാൻസ്, വെൽക്കം ബാക്ക് ടു ചെൽസിക്കാരൻ ചാനൽ. ചെൽസി വേഴ്സസ് പ്രസ്റ്റൺ FA കപ്പ് തേർഡ് റൗണ്ട് 4-0 വിജയത്തിന്റെ മാച്ച് റിവ്യൂയിലേക്ക് ഏവർക്കും സ്വാഗതം. നൗ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. നമുക്ക് ഒരു കാര്യം ചെയ്യാം. ലൈനപ്പ് ആദ്യ പകുതി, രണ്ടാം പകുതി പ്ലെയർ റേറ്റിംഗ് ആൻഡ് മാനേജർ റേറ്റിംഗിലേക്ക് നമുക്ക് പോകാം. പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് നമുക്ക് നീക്കിക്കൊണ്ടു പോകാം. എന്തൊരു ശബ്ദം കേട്ടല്ലോ. ലൈനപ്പ് സർപ്രൈസ്ഡ് ആയിരുന്നില്ല. നോണി മാഡോയ്ക്ക് ഒരു സ്റ്റാർട്ട് കൊടുത്തില്ല എന്നുള്ളൊരു ചെറിയ സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ഗിൽക്രിസ്റ്റിന് ഒരു സ്റ്റാർട്ട് കൊടുത്തു. അത് കണ്ടപ്പോൾ സന്തോഷം. എൻസോ ഫെർണാണ്ടസ്, കൈസേഡോ ആസ് മിഡ്ഫീൽഡ് ഡബിൾ പിവറ്റ് പാർട്ണർഷിപ്പ് കണ്ടതിൽ വളരെ സന്തോഷം. ചെറിയ കൺഫ്യൂഷൻ ആയിരുന്നു. ലെബി കോൾവിൽ എവിടെ കളിക്കും, ഗിൽക്രിസ്റ്റ് എവിടെ കളിക്കും, മാലോ ഗുസ്റ്റോ എവിടെ കളിക്കുന്നുള്ളത്. അതോടെ തന്നെ നമുക്ക് ആദ്യ പകുതിയിലേക്ക് വരാം. ആൻഡ് ഓക്കെ, സ്റ്റേർലിംഗിന് സ്റ്റാർട്ട് കൊടുത്തു. ഫെയർ എനഫ്. ഒരു ഗെയിം പണിഷ്മെന്റോ എന്തെങ്കിലും രീതിയിൽ കൊടുത്ത് പുള്ളിക്കാരന് സ്റ്റാർട്ട് കൊടുത്തു. ഒരു സീരിയസ് ലൈനപ്പ് തന്നെയായിരുന്നു നമ്മൾ ഇറക്കിയത്. ഫസ്റ്റ് ഹാഫ് തുടങ്ങി. മാലോ ഗുസ്റ്റോ ആസ് ലെഫ്റ്റ് ബാക്ക്, ഗിൽക്രിസ്റ്റ് ആസ് എ റൈറ്റ് ബാക്ക്. എനിക്കതിൽ വലിയ കുറ്റം പറയാനില്ല. കാരണം മാലോ ഗുസ്റ്റോ ലെഫ്റ്റ് ബാക്ക് ആയിട്ട് കളിക്കുന്നതിൽ മോശം ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ മോശമല്ല, നമുക്കറിയാം. ടെക്നിക്കലി ഈസ് വെരി ഗുഡ്. അപ്പൊ ഐ തോട്ട് ഇറ്റ്സ് എ പ്രോപ്പർ 4-2-3-1. പാൽമർ ആസ് എ നമ്പർ 10, സ്റ്റേർലിംഗ്, മുഡ്രിക്, ബ്രോയയ്ക്ക് സ്റ്റാർട്ട് കിട്ടി. ഒബ്വിയസ്ലി, കാരണം നിക്കോളസ് ജാക്സൺ എന്നാൽ അവൈലബിൾ അല്ല, അഫ്കോണിൽ പോയിരിക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചൊരു എന്താ പറയുക, ഒരു ഫസ്റ്റ് ഹാഫ് അല്ലേ ഒരു ഇന്റൻസിറ്റി ഒക്കെ കാണണം എന്നുള്ളത്. എന്റെ പൊന്നളിയ, ഇതുപോലെ ഒരു ശോകം ഫസ്റ്റ് ഹാഫ്. നമ്മള് പ്രസ്റ്റനായിട്ടായിരുന്നല്ല കളിക്കണേന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു, ഐ ഡോണ്ട് നോ, ഇതിനിപ്പോ എങ്ങനെ വിശേഷിപ്പിക്കുക. ഒരു ടു ലോ ടേബിൾ ടീംസ് ക്ലാഷ് ചെയ്യുമ്പോൾ ഒരു അൺഇൻട്രസ്റ്റിംഗ് ഒരു ക്ലാഷ് വരില്ല. എനിക്ക് തോന്നുന്നു അവരുടെ ക്ലാഷ് ഇതിനേക്കാൾ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. നമ്മൾ ബോൾ ഡോമിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്നില്ല. ചുമ്മാ സൈഡ് പാസ് വളരെ ബോറം കളി. അതിനകത്ത് ഒരു എൻസോന്റെ ഒരു മനോഹരമായ ഒരു ലൂപ്പി ബോൾ ഉണ്ടായിരുന്നു. കോൾ പാൽമർ നല്ലോണം കൺട്രോൾ ചെയ്തു. പക്ഷെ ഫിനിഷിംഗ് കോൾ പാൽമറിനെ വിട്ടുപോയി. അതായിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് 1-0 നേടാമായിരുന്നു. അതേപോലെ തന്നെ കോൾ പാൽമറിന് ഇതുപോലെ തന്നെ ഒരു ചിപ്പ് പാസ് ഉണ്ടായിരുന്നു. അത് മാത്രമേ ആദ്യ പകുതിയിൽ നമുക്ക് എടുത്ത് പറയാനായിട്ട് തുടങ്ങും. എല്ലാവരും ആവറേജ് എന്ന് പറഞ്ഞാൽ, ഐ മീൻ സീരിയസ്ലി ഡൂഡ്, നമ്മളും പ്രശ്നമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുമോ? നമ്മൾ ചെലവഴിച്ചിരിക്കുന്ന പ്ലേയേഴ്സും കൊടുക്കുന്ന സാലറിയും, ദർസ് നോ കമ്പാരിസൺ. 14ാമത് കണ്ട് നിൽക്കുന്നതാണ് ചാമ്പ്യൻഷിപ്പിൽ. അവരെ നമുക്ക് മോശം പറയാൻ പറ്റില്ല. പക്ഷെ നിങ്ങളൊരു സുപ്പീരിയർ ടീമായിട്ട് പോകുമ്പോൾ നമ്മൾ ഡോമിനേറ്റ് ചെയ്യണം. ഞാൻ ഫസ്റ്റ് ഹാഫ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ കുറെ ഇൻസ്റ്റാഗ്രാം റീൽസ് ഒക്കെ കണ്ടാണ് തീർത്തത്. കുറെയൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് 40 മിനിറ്റ് ഒക്കെ ഞാൻ പിന്നെ മൈൻഡ് ആക്കുന്നില്ല. ഞാൻ പറഞ്ഞു കലിപ്പ്, ഇതിപ്പോ സെക്കൻഡ് ഹാഫ് കുളമാവോ? സെക്കൻഡ് ഹാഫിന് മുമ്പ് പോച്ചറ്റിനോ ഡ്രസ്സിംഗ് റൂമിൽ എന്തോ പറഞ്ഞു. അതും പറയണം, നല്ല രീതിയിൽ പറഞ്ഞു എന്ന് തോന്നുന്നു. സെക്കൻഡ് ഹാഫ് വി കം ഔട്ട് ഡിഫറെന്റ്. യെസ്, ഒരു ഒടുക്കത്തെ ഡിഫറൻസ് ഇല്ലെങ്കിലും നമ്മൾ കുറെ കൂടെ പ്രസ് ചെയ്യുന്നു, നമ്മൾ കുറെ കൂടെ ഇന്റൻസിറ്റി കാണിക്കുന്നു, ബോൾ വിൻ ചെയ്യാനുള്ള ഹങ്കർ കാണിക്കുന്നു, ചാൻസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു മൂഡ് കാണിക്കുന്നു. ആ ഒരു ഇന്റൻസിറ്റി ഹങ്കറിൽ നിന്ന് മുഡ്രിക് എടുത്തൊരു പണിയിൽ നിന്ന് മാലോ ഗുസ്റ്റോയിന് നമ്മുടെ ലെഫ്റ്റ് വിങ് സൈഡിൽ നിന്ന് ഒരു ബോൾ കിട്ടുന്നു. മാലോ ഗുസ്റ്റോ ഒരു ബ്യൂട്ടിഫുൾ ക്രോസ്, ആൻഡ് അത് ബ്രോയയുടെ ഒരു ബ്രില്യൻറ്റ് ഹെഡർ. അത് ജാക്സൺ ആയിരുന്നെങ്കിൽ അത് സ്കോർ ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ബ്രോയ ലെഫ്റ്റ് ആൻഡ് ബ്രില്യൻറ്റ് ഹെഡർ, ടോപ്പ് ഓഫ് ദ കോർണർ. 1-0 രണ്ടാം പകുതിയിൽ. ദാറ്റ് വാസ് എ ബ്രില്യൻറ്റ് സ്റ്റാർട്ട്. അത് ശരിക്കും പറഞ്ഞ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഗോൾ തന്നെ എനിക്ക് തോന്നി. ബ്രോയനെ അതുവരെ നമ്മളിങ്ങനെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ആ ഗോൾ വന്നോടെ ഒരു ഉണർവ് വന്നു. പിന്നെ ഉടനടി തന്നെ മുഡ്രിക്കിന്റെ ഒരു ആക്ടിവിറ്റി ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഒരു ക്രോസ് കൊടുത്തു ബ്രോയയ്ക്ക്, മനോഹരമായ ക്രോസ്. അത് ബ്രോയ ഓക്കെ, ഓവർലി ക്രിട്ടിസൈസ് ചെയ്യാൻ പറ്റില്ല, ബട്ട് അറ്റ്ലീസ്റ്റ് ഷുഡ് ഹാവ് ഹിറ്റ് ദ ടാർഗറ്റ്. ഫെയർ എനഫ്. 1-0 നമ്മൾ ലീഡ് ചെയ്യുന്നു. നമുക്ക് വീണ്ടും അറ്റാക്ക് ചെയ്യുന്ന ഒരു കോർണർ കിട്ടുന്നു. ആൻഡ് ഇത്തവണ കോൾ പാൽമർ എടുക്കുന്ന കോർണർ, അതിന് തൊട്ട് മുമ്പേ സബ്സ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവരുന്നു. സബ്സ്റ്റിറ്റ്യൂഷനൊക്കെ കൊണ്ടുവന്നിട്ട് അവസാനം സബ്സ്റ്റിറ്റ്യൂഷൻ ആരെ കൊണ്ടുവന്നത്? മുഡ്രിക്കിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് മാഡോക്കിനെ ഇറക്കി സിൽവേനെ കൊണ്ടുവന്നിട്ട് മാലോ ഗുസ്റ്റോനെ പിടിച്ചിട്ട് റൈറ്റ് ബാക്കും ലെഫ്റ്റ് ബാക്ക് കോൾവെലിനേക്കും കൊണ്ടുവന്നു. അപ്പൊ അങ്ങനത്തെ 2 സബ്സ്റ്റിറ്റ്യൂഷൻ. ആൻഡ് കോൾ പാൽമർ ഒരു കിക്ക് എടുക്കുന്നു. അത് സിൽവയുടെ ഒരു മനോഹരമായ ഒരു ഹെഡർ, ലീത്തർ ഹെഡർ. 2 ഗോള് നമ്മൾ ഹെഡേഴ്സിൽ. എന്റെ പൊന്നളിയ, ഇതൊക്കെ കണ്ടിട്ട് എത്ര നാളെ. 2 ഗോൾ. ബ്രൈറ്റനെതിരെ നമ്മൾ ഗോൾ അടിച്ചു, ബട്ട് ഇതൊരു ബ്യൂട്ടിഫുൾ കോർണർ. അത് രണ്ടുപേരെ, അത് കോൾ പാൽമറിന്റെയും മാലോ ഗുസ്റ്റോന്റെയും രണ്ടുപേരുടെയും സപ്ലൈ വാസ് എക്സലന്റ് ഫോർ ദോസ് 2 ഗോൾസ്. അതോടെ തന്നെ നമ്മൾ 2-0 ആൻഡ് വി സ്റ്റാർട്ട് ലിവിംഗ് ഇൻ ടു ദിസ് ഗെയിം. നമ്മൾ പതുക്കെ കളികളൊക്കെ ഡോമിനേറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. വി സ്റ്റാർട്ട് പ്ലേയിങ് റിയലി വെൽ. അതോടെ തന്നെ നമുക്ക് ഉടനെ തന്നെ 3ാമത്തെ ഗോളും വരുന്നു. ആൻഡ് 3ാമത്തെ ഗോള് ഒരു സ്റ്റേർലിംഗിന്റെ ഒരു മനോഹരമായ ഒരു ഫ്രീ കിക്ക്. യെസ്, സ്റ്റേർലിംഗിനെ എനിക്ക് സത്യം പറഞ്ഞ ഒരുപാട് പ്രശംസിക്കാൻ താല്പര്യമില്ല. പക്ഷേ ഇന്നത്തെ കളി സ്റ്റേർലിംഗ് നല്ലോണം കളിച്ചു. ആദ്യ പകുതിയിൽ പിന്നെ എല്ലാവരും ശോകമായിരുന്നോണ്ട് പറയുന്നില്ല. പക്ഷെ സെക്കൻഡ് ഹാഫ് നല്ലോണം കളിച്ചു. നല്ലൊരു ഫ്രീ കിക്ക് ആയിരുന്നു. 3ാമത്തെ ഒരു ഗോള്. പിന്നെ അതിന് നമ്മൾ 1-2 ചാൻസസ് ക്രിയേറ്റ് ചെയ്ത് നോക്കുന്നു. നോണി മാഡോയ്ക്ക് ഒരു മനോഹരമായ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. അത് സ്റ്റേർലിംഗിന് പാസ് ചെയ്താൽ മതിയായിരുന്നു, അത് ചെയ്തില്ല. പക്ഷെ നോണി മാഡോയ്ക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. നോണി മാഡോയ്ക്ക് എടുത്തൊരു ഷോട്ട്, അത് ബൗൺസ് ചെയ്തിട്ട് 17 വയസ്സുകാരൻ ഒരു ഡെബ്യൂട്ടൻ ഗോൾഡിൻ എന്നാണെന്നുള്ള പേര്, പുള്ളിക്കാരന് ഒരു അവസരം കിട്ടിയത്. പക്ഷെ ഭയങ്കര ഷാർപ്പ് റിയാക്ഷൻ ആയിരുന്നു. അതായിരുന്നെങ്കിൽ ഒരു ഗോൾ വന്നേനെ. അവസാനം നമ്മളിങ്ങനെ ഉള്ളിലേക്ക് ഒരു 1 ടച്ച് പാസ് പെനൽറ്റി ബോക്സിലേക്ക് പാസ് എടുത്തു പോകുന്നു. ആ പാസ് ഡിഫ്ലക്ട് ചെയ്ത് അവസാനം എൻസോ ഫെർണാണ്ടസിന്റെ കാല് വീഴുന്നു. കൂൾ ആൻഡ് കാം ഫിനിഷ്. ഒരു
കുറെ നേരം വാർ എടുത്തു. അതൊരു ഓഫ് സൈഡ് ആണോ അല്ലയോ ആക്കാനാക്കി അവസാനം ഓഫ് സൈഡ് അല്ല എന്ന് തീരുമാനിച്ചോടെ എൻസോ ഫെർണാണ്ടസിന് ഒരു ഗോൾ. ആൻഡ് ഫൈനലി ഹി ഈസ് ഓൾസോ ഓൺ ദ ബുക്സ് ഫോർ ഗോൾ. അതോടെ നമ്മൾ രണ്ടാം പകുതി 4-0 ശരിക്കും പറഞ്ഞ 6 എങ്കിലൊക്കെ അടിക്കേണ്ട ഒരു സിറ്റുവേഷൻ ആയിരുന്നു. നമ്മൾ അവസാനിച്ചു. വി വർ ഹാപ്പി. ഓവറോൾ പ്ലേയേഴ്സിന്റെ റേറ്റിംഗ് പറയുമെങ്കിൽ പെട്രോവിച്ചിന്റെ കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല, ചെയ്തൊക്കെ മനോഹരമായിട്ട് ചെയ്തു. ദിസാസി നോട്ട് റിയലി കൺവിൻസ്ഡ്. ഒരു ഭയങ്കര ഒരു പ്രൊആക്റ്റീവ് തന്നെ പകരം ഒരു റിയാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡിഫറൻസ് ആണ്. കോൾവിൽ ലെഫ്റ്റ് ബാക്കുമായിട്ട് ലെഫ്റ്റ് സെന്റർ ബാക്കുമായിട്ട് ഇപ്പോൾ ലെഫ്റ്റ് സെന്റർ ബാക്കായിട്ടാണ് തുടങ്ങിയത്, ലെഫ്റ്റ് ബാക്കായിട്ട് കളിക്കുന്നത്. ഐ തിങ്ക് ഹി ഈസ് ഡൂയിങ് റിയലി വെൽ. ലെഫ്റ്റ് ബാക്കിലൊക്കെ 1 റണ്ണ് മറ്റേ കോൾവിലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. മാലോ ഗുസ്തോ ഹാഡ് എ ഫാന്റാസ്റ്റിക് ഗെയിം, ലെഫ്റ്റ് ബാക്കുമായിട്ട് റൈറ്റ് ബാക്കുമായിട്ട് ബ്രില്യന്റ് ഗെയിം. ഇവൻ ഒരു ടെക്നിക്കലി ഭയങ്കര അടിപൊളി ഒരു പ്ലെയർ ആണ്. വെരി ഇംപ്രസ് വിത്ത് ദിസ് ഗൈ. സോ ഹാപ്പി ടു ഹാവ് ഹിം ഇൻ ദ ടീം. കൈസഡോ വാസ് എക്സലന്റ്. എൻസോ ഫെർണാണ്ടസ് വാസ് ബ്രില്യന്റ്. ആ ഡബിൾ പിവറ്റ് റോളിൽ ഒരു ഫ്രീഡം കിട്ടി. ആൻഡ് പോരാത്തതിന് ഞാനിത് പോച്ചറ്റീനോയിലേക്ക് വരുമ്പോൾ പറയാം, ശരിക്കും പറഞ്ഞ അവസാനം എൻസോ ഫെർണാണ്ടസ് ആയിരുന്നു ലോൺ നമ്പർ 6 ആ ഗെയിം കൺട്രോൾ ചെയ്യാൻ വേണ്ടി. ഇനി നമ്മൾ 3-2 തോറ്റതിന്റെ ആ ഒരു ക്ഷീണം തീർക്കാനായിട്ട് എൻസോ ഫെർണാണ്ടസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റൂ. ഐ തിങ്ക് ഹി ഹാഡ് എ ഫാന്റാസ്റ്റിക് ഗെയിം. ഐ മീൻ അവൻ മര്യാദ പൊസിഷൻ കളിപ്പിച്ചു, അവൻ ആ ഫോം എടുത്തു. കൈസഡോ ഹാഡ് എ ബ്രില്യന്റ് ഗെയിം, വെരി വെരി ഗുഡ് ഗെയിം. നല്ലോണം ഗെയിം കൺട്രോൾ ചെയ്തു. ഒരു സ്വിച്ച് ഒക്കെ ഉണ്ടായിരുന്നു കൈസഡോയിൽ. ഐ തിങ്ക് ദിസ് പാർട്ട്ണർഷിപ്പ് ഗ്രോ ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതൽ കാണുന്നു. അടുത്ത കളി എന്താവും നമുക്ക് പറയാൻ പറ്റുന്നില്ല, പക്ഷെ ഇന്ന് അടിപൊളിയായിരുന്നു. പാൽമർ അസിസ്റ്റ്, ഒരു ഗോൾ എടുക്കേണ്ട ഒരു ചാൻസ് ആയിരുന്നു. ഒരു എക്സെപ്ഷണൽ ഗെയിം എന്ന് പറയാനില്ല, ഡീസെന്റ് ആയിരുന്നു പെർഫോമൻസ്. സ്റ്റേർലിംഗ് പറയാണ്ടിരിക്കാൻ വയ്യ, ഹാഡ് ആൻ എക്സെപ്ഷണൽ പെർഫോമൻസ്. ആ ഫ്രീ കിക്ക് ഗോൾ വാസ് ബ്രില്യന്റ്. പിന്നെ എൻസോ ഫെർണാണ്ടസിന് ഗോൾ കോൺട്രിബ്യൂട്ട് ചെയ്തത് ഒരു സ്റ്റേർലിംഗ് തന്നെയായിരുന്നു. ഒരുപാട് ഇൻസൈസീവ് മൂവ്മെന്റ്സ് ഉണ്ടായിരുന്നു. പിന്നെ നമുക്കറിയാം സെൽഫിഷ് ആണെന്നുള്ള കേസിൽ, പക്ഷെ ഐ മീൻ ഇന്നത്തെ കളി കളിച്ചു, അതിന് നമ്മൾ പ്രശംസിക്കുക തന്നെ ചെയ്യണം. പിന്നെ മുഡ്രിക് ഹാഡ് എ ഗുഡ് ഗെയിം. 1-2 ഈ പറയുന്ന പോലെ രണ്ടാം പകുതിയിലാണ് ശരിക്കും പറഞ്ഞ മുഡ്രിക് ഉണർന്നു വന്നത്. ആദ്യ പകുതിയിൽ മുഡ്രിക്കിന് കാര്യമായിട്ട് ഒരു ചാൻസ് കൊടുത്തിട്ടും കൂടി ഉണ്ടായിരുന്നല്ലോ. ടീം മൊത്തത്തിൽ ശോകമായിരുന്നല്ലോ. ബ്രോയ അഗൈൻ ഡീസെന്റ് ഗെയിം, ഗോൾ സ്കോർ ചെയ്തു, വളരെ ഹാപ്പി അതിലൂടെ. പിന്നെ ആരാണ് മിസ് ചെയ്തത്? പിന്നെ ആരും മിസ് ചെയ്യില്ല. പിന്നെ സബ്സ്റ്റിറ്റ്യൂഷനിൽ വന്ന ഗാലഗർ. ഇവനൊരു ലെവൽ പ്ലെയർ ആണ് കേട്ടോ ചെക്കൻ. 1-2 ഹാഫ് ടേൺ ഒക്കെ എടുത്ത് 1-2 ട്രിക്സ് ഒക്കെ കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഫുട്ബോൾ ഗ്രൗണ്ടിൽ. ഇനി ഇത് കോരിത്തിരിച്ചു വരണം. ഇവൻ ഇനി ഗോളും കൂടെ അടിച്ചു തുടങ്ങിയ പൊന്നു, ഇതൊരു വേറെ ലെവൽ പ്ലെയർ ആയി മാറട്ടോ. ഹാഫ് ടേൺ ഒക്കെ അടിപൊളി. ജോ ഫെലിക്സിന്റെ ഒക്കെ ഹാഫ് ടേൺ ആണ് എനിക്ക് ഓർമ്മ വരുന്നത്. മേസൺ മൗണ്ട് കത്തി നിൽക്കുന്ന ഫോമിൽ അവന്റെ ഒരു ഹാഫ് ടേൺ ഉണ്ട്. ആ ഒരു ഹാഫ് ടേൺ ആണ് കോണക്കിൽ എടുത്തത്. അത് കൺട്രോൾഡ് ആയിട്ട് ഹി വാസ് ഡൂയിങ് റിയലി വെൽ. ആ നമ്പർ 10 സ്ലോട്ടിൽ വന്നിട്ട് കുറച്ചു നേരം കളിച്ചുള്ളൂ, 10-14 കളിച്ചുള്ളൂ. ഇംപ്രസീവ് ആയിരുന്നു. അയ്യോ മറന്ന് നമ്മുടെ നമ്മുടെ എന്താ പറയണേ, ഇറങ്ങിയ ആൽഫി ഗിൽക്രിസ്റ്റ് ആദ്യ പകുതിയിൽ കളിച്ചത് ബ്രില്യന്റ്. വാ, ഭയങ്കര രസമാണ്. 1-on-1 ഒന്നും അവനൊന്നും വെട്ടിച്ചെടുക്കാൻ പറ്റുന്നില്ല. യെസ്, പ്രസ്റ്റൻ ആണ് എന്നുള്ളത് സത്യം തന്നെ, പക്ഷെ എന്നാലും അതിന്റെ കമ്പോഷറും കാംനെസ്സും അടിപൊളിയായിട്ട് ഗിൽക്രിസ്റ്റ് ആണെങ്കിൽ പോച്ചറ്റിനോന് ക്രെഡിറ്റ്. അവസരം കൊടുത്തതിൽ, ഡെബ്യൂ കൊടുത്തതിൽ വളരെ വളരെ സന്തോഷം. റിയലി ഹാപ്പി. നമ്മൾ ഇവന് വേണ്ടിയിട്ട് ഇനി കരയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. നോഡി മാഡിയോക്ക് ഒരു 6 മാസം കഴിഞ്ഞിട്ട് കൊടുത്തത്, പക്ഷേ ഹി വാസ് ഗിവൺ എ ചാൻസ്. റിയലി ഹാപ്പി ടു സീ ഗിൽക്രിസ്റ്റ് ഗെറ്റിംഗ് ദാറ്റ് ഓപ്പർച്യൂണിറ്റി. അത് ഗ്രാബ് ചെയ്യുന്നതും കണ്ടതിൽ വളരെ വളരെ ഹാപ്പി. അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ 17 വയസ്സുകാരനായ ഗോൾഡിന് ഒരു 2-3 മിനിറ്റും കിട്ടി. നോണി മാഡോക്കെ വന്നതിൽ ഒരു 100% ഇംപ്രസീവ് ആയിരുന്നു. കുറച്ചും കൂടി ഡിസിഷൻ മേക്കിംഗ് ഇംപ്രൂവ് ആവാനുണ്ട്. ഇപ്പൊ പോച്ചറ്റിനോ എന്തുകൊണ്ട് നോണി മാഡോക്കിനെ കുറിച്ച് പറയുന്നു എന്നുള്ളതിന് എനിക്ക് മനസ്സിലാവാൻ തുടങ്ങി. ബോഡി ഓറിയന്റേഷൻ കുറച്ചും കൂടി ഇംപ്രൂവ് ആവാനുണ്ട്. ബട്ട് ഓവറോൾ ഐ തിങ്ക് ഹി ഹാഡ് എൻ ഇമ്പാക്റ്റീവ് ഗെയിം. കുറച്ചുകൂടെ കളിച്ച് വരുമ്പോഴത്തേക്കും ഈ കാര്യങ്ങളൊക്കെ ഇംപ്രൂവ് ആവും. കുറച്ച് ഒന്ന് ഏർലി മേ ബി ഒരു സ്പ്ലിറ്റ് സെക്കൻഡ് മുമ്പ് പാസ് ഒക്കെ കൊടുക്കണം. ബട്ട് എനിവേ, ഓവർലി നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ അല്ല. റിയലി ഹാപ്പി വിത്ത് ദ പെർഫോമൻസ്. മാൻ ഓഫ് ദ മാച്ച് എന്നെ സംബന്ധിച്ച് വേണമെങ്കിൽ സ്റ്റേർലിംഗ് എന്ന് പറയാം. ആൾക്കാർ സ്റ്റേർലിംഗ് ആണ് പറഞ്ഞത്, പക്ഷെ എന്നെ സംബന്ധിച്ചിട്ട് മാലോ ഗുസ്തോ. എൻസോ ഫെർണാണ്ടസ് അടിപൊളിയായിട്ട് കളിച്ചു, ഗിൽക്രിസ്റ്റ് അടിപൊളിയായിട്ട് കളിച്ചു. പക്ഷെ എല്ലാവരും 90 മിനിറ്റ് കളിച്ചില്ലാത്തത് കൊണ്ട് എനിക്കൊരു മാലോ ഗുസ്തോന്റെ മേലൊരു ചെറിയൊരു ചായ്വ്. ഓൺ പോച്ചറ്റിനോ ഐ തിങ്ക് ഇറ്റ് ഇസ് ഗുഡ്. ഫസ്റ്റ് ഹാഫ് വി വർ ഹോറിബിൾ. ഞാൻ പറഞ്ഞ പോലെ നോ ടാക്ടിക്സ്, നത്തിങ്, ഒന്നും ഉണ്ടായിരുന്നില്ല ടീമിൽ. പ്രസിംഗ് ഉണ്ടായിരുന്നില്ല, കൗണ്ടർ പ്രസിംഗ് ഉണ്ടായിരുന്നു, മണ്ണാകട്ടി ഉണ്ടായിരുന്നില്ല. ഞാൻ സെക്കൻഡ് ഹാഫ് വന്നിട്ട് പോച്ചറ്റിനെ ഞങ്ങളെ എന്ത് പറയണമെന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ആ ടീമിനെ അങ്ങോട്ട് മോട്ടിവേറ്റ് ചെയ്തു. സബ്സ്റ്റിറ്റ്യൂഷൻ വാസ് സ്പോട്ട് ഓൺ. 60ാമത്തെ മിനിറ്റിൽ പുള്ളിക്കാരൻ കൊണ്ടുവന്ന സബ്സ്റ്റിറ്റ്യൂഷൻ വാസ് സ്പോട്ട് ഓൺ. വി കുഡ് റിയലി സീ ആ ഒരു ടീമിന്റെ കെമിസ്ട്രി നമുക്ക് കാണാനായിട്ട് ഇടയുണ്ടായി. അതിലൂടെ കളിയിലേക്ക് കുറേയും കൂടെ നമുക്ക് ഇൻവോൾവ്മെന്റ് വന്നു. ഡേവിഡ് വാഷിംഗ്ടണിന് കുറച്ച് അവസരമൊക്കെ കൊടുത്തു. അപ്പൊ ഡേവിഡ് വാഷിംഗ്ടൺ, ആൽഫിയൽ ഗിൽക്രിസ്റ്റ്, നോണി മാഡിക്ക് ഒരു 30 മിനിറ്റ് ഇതൊക്കെ കൊടുക്കാണ്ടെങ്കിൽ ഐ തോട്ട് സെക്കൻഡ് ഹാഫ് ഹി റിയലി മാനേജ്ഡ് വെൽ. ഫസ്റ്റ് ഹാഫ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മറക്കേണ്ടി വരും. ഓവറോൾ ഗുഡ് ഗെയിം. യെസ്, പ്രശ്നം ആണ്, നമുക്ക് വേണമെങ്കിൽ അങ്ങനെ പറയാം. ബട്ട് എന്നാലും ഒന്ന് ആലോചിച്ച് നോക്കിയേ, 1-0 ജയിച്ചിരുന്നെങ്കിൽ ഇതായിരിക്കില്ല റിവ്യൂ, അല്ലെങ്കിൽ ഡ്രോ പിടിച്ചിരുന്നെങ്കിൽ ഇതാവില്ലായിരുന്നു റിവ്യൂ, തോറ്റിരുന്നെങ്കിൽ പിന്നെ ഒന്നും പറയാനില്ല. അപ്പൊ നമ്മൾ ജയിക്കുമ്പോൾ, അത് 4-0 എന്ന് പറഞ്ഞൊരു സ്കോർ ലൈൻ ജയിക്കുമ്പോൾ പ്രശംസിക്കേണ്ട കാര്യം നമ്മൾ പ്രശംസിച്ചിട്ട് തന്നെ വേണം നമുക്ക് സംസാരിക്കാൻ. ഇതിന്റെ പേരും പറഞ്ഞ അടുത്ത കളി അങ്ങനെ ആവണമെന്നില്ല.
പ്രതീക്ഷ മാത്രമേ ഉള്ളൂ. മിഡിൽസ് ബ്രോ ആയിട്ടാണ്. കാർബാവ് കപ്പിന്റെ സെമി ഫൈനലാണ് ഫസ്റ്റ് ലെഗ്. ബുധനാഴ്ച വെളുപ്പിന് 1:30 കളി. അതിൽ നമ്മൾ എന്ത് കാണിക്കുന്നുള്ളത് അന്നേ നമുക്ക് കണ്ടു പറയാൻ പറ്റുള്ളൂ. ഓവറോൾ ദാറ്റ്സ് ഇറ്റ്. ഡു ലെറ്റ് മീ നോ ഗൈസ് നിങ്ങളുടെ തോട്ട്സ് ഇന്നത്തെ പോലെ കമന്റ് സെക്ഷനിൽ. താങ്ക് യു സോ മച്ച് വാച്ചിങ്. സൈനിങ് ഓഫ് SK ഫ്രം ചാസിക്കാരൻ.